നമസ്കാരം. പൊളിടോക്സിലേക്ക് സ്വാഗതം. ചേട്ടാ, ഈ പൗരത്വ നിയമം വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇതൊരു 4 വർഷം മുന്നേ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചൊരു ബില്ലാണ്. ഈ ബില്ലിൽ അന്ന് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ നടന്നതാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ ഇത് വിജ്ഞാപനം ഇറക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ പ്രകടനപത്രിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകടനപത്രിക അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നടപ്പാക്കണ്ടേ? അത് ശരിയാണ്. പക്ഷെ ഇപ്പം ഈ സുപ്രീം കോടതിൻ്റെ ഒക്കെ പരിഗണനയിലുള്ള ഒരു വിഷയമാണിത്. കോടതി അതിൽ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല, അത് പല സ്ഥലങ്ങളിലും, അസം അടക്കമുള്ള പല സ്ഥലങ്ങളിലും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ ഒഴികെ വേറെ നടപ്പിലാക്കും എന്നല്ല പറയുന്നത്. അന്ന് പിണറായി വിജയനും അതുപോലെ തന്നെ സ്റ്റാലിനൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നടപ്പിലാക്കില്ല എന്നുള്ളത്. എന്താവും ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം? അല്ല, ഇത് യഥാർത്ഥത്തിൽ കൃത്യമായ കാർഡ് ഇറക്കി നോക്കിയതാണ്. ഇതുവരെ നടത്തിയ കഴിഞ്ഞ 2 ഭരണങ്ങളിൽ നടത്തിയ കൃത്യമായ ജാതി കുത്തിവെപ്പിന് അതേപോലെ തന്നെ ഒരു കുത്തിത്തിരിപ്പാണ് ഈ CA എന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ നിയമവും ചട്ടവും വിജ്ഞാപനവും ഒക്കെ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ കാർഡ്, ജാതി കാർഡ് ഇറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു ഹിഡൻ അല്ല, പരസ്യമായ അജണ്ട അതൊന്നുകൂടെ സ്ഥാപിച്ചെടുക്കുന്നതാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം മോദി പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മോദി ഗ്യാരണ്ടി എൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയെ ലോകത്തിൽ തന്നെ 2ാമത്തെ ശക്തിയാക്കും എന്നാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് വളരെ വിചിത്രമായ ഇത്തരം നിയമങ്ങളും കൂടി കൊണ്ടുവരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു രാജ്യം എങ്ങനെയാണ് 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്തേക്ക് എത്തുന്നതെന്നും ആ എത്തിയ രാജ്യങ്ങളുടെ അവരുടെ നിലപാടുകൾ, ഭരണാധികാരികളുടെ വലിയ തരത്തിലുള്ള വീക്ഷണം ഒക്കെ സെക്കുലറായിട്ടുള്ള ചില തീരുമാനങ്ങൾ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുകയാണല്ലോ ശരിക്കും രാജ്യത്തെ മുൻനിരയിലേക്ക് എത്തിക്കാൻ. അതേ ഒരേ ആള് തന്നെയാണ് ഇത് രണ്ടും ചെയ്യുന്നതെന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ അങ്ങനെ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ മോദി ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ പിടിച്ചെടുക്കാന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏകാധിപത്യത്തിലേക്ക് പോകുന്നതിന്റെ ചില സൂചനകളാണോ ഇത്? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ നോർത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ജാതി വെച്ച് വോട്ട് നിർമ്മിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഈ പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവിടുത്തെ ന്യൂനപക്ഷത്തിനാണ്. അവിടുത്തെ ന്യൂനപക്ഷം ആരാണ്? ഹിന്ദുക്കളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ സിഖുകാരായിരിക്കും, പാഴ്സികളുണ്ട്, അതുപോലെ തന്നെ ബുദ്ധമതക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മുസ്ലിം ഒഴികെയുള്ള എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ഒഴികെയുള്ള. ഈ മുസ്ലിം ഒഴികെയുള്ള എന്ന് പറയുമ്പോഴാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം വിഭാഗത്തിനും വലിയ ആശങ്കയുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ഒഴികെയുള്ള എന്നുള്ളത്? ശരിക്കും ഇപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും കേരളത്തിലായിട്ട് ഈ നിയമം എല്ലാം നടപ്പിലാക്കുന്നത്. ഇത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ഓൺലൈനായിട്ടാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കേരള സർക്കാർ ഇതിനുവേണ്ടി ഓഫീസ് തുറന്ന് വെച്ചിട്ട് അപേക്ഷ സ്വീകരിച്ച് അതിൽ തീരുമാനം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അല്ല. ഇപ്പം നമ്മളിപ്പോൾ ആധാർ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ പാൻ കാർഡ് എടുക്കുന്ന പോലെ തന്നെയുള്ളൊരു സിസ്റ്റമായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിനായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ആകെയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഒരുപാട് ഈ കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്നില്ല. ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ കുറച്ച് ശ്രീലങ്കൻകാർ താമസിക്കും, അവർക്ക് ബന്ധപ്പെട്ട അവരൊരു സെറ്റിൽമെൻ്റ് ഉണ്ട് എന്നല്ലാതെ വേറെ അങ്ങനെയുള്ള ആളുകൾ ഇല്ല ശരിക്കും കേരളത്തിൽ. പക്ഷേ തമിഴ്നാട്ടിൽ അതല്ല, ശ്രീലങ്കയിൽ തന്നെയുള്ള അഭയാർത്ഥികൾ ഒരുപാടുണ്ട്. അവർക്ക് പൗരത്വം കൊടുത്തതിനെ കുറിച്ചിട്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് റോഹിംഗ്യൻസിന്റെ വിഷയത്തിലും യഥാർത്ഥത്തിൽ എന്ത് നിലപാട് എന്നതിനെ കുറിച്ച് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. പിന്നെ നേപ്പാളിൽ നിന്ന്, ഭൂട്ടാനിൽ നിന്നൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്, അവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നമുക്കറിയാലോ, ഈ ഇവിടെ തന്നെ കുറേ ബുദ്ധിസ്റ്റുകൾ വന്ന് താമസിക്കുന്നുണ്ട്, അവരുടെ കാര്യം വ്യക്തമായി പറഞ്ഞില്ല. എന്താ പറയാ, ആ രാജ്യത്തിൽ ഉൾപ്പെടുത്തിയില്ല. ബുദ്ധിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ 3 രാജ്യങ്ങളല്ലല്ലോ അവരുള്ളത്. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നും അതുപോലെ തന്നെ നമ്മളെ ഈ നേപ്പാളിൽ നിന്നൊക്കെയാണ് ആളുകൾ വന്നിരിക്കുന്നത്. അവരുടെ കാര്യത്തിൽ യാതൊരു തീരുമാനം എടുത്തിട്ടില്ല. 68 ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ലല്ലോ ഇതിൻ്റെ അകത്തുള്ള കാര്യം ഇപ്പോഴത്തെ. അതിനപ്പുറത്തേക്ക് ഇതൊരു ഇലക്ഷനിൽ ബാക്കി എല്ലാത്തിനെയും മറികടന്ന്
ഒരു മുഖ്യ അജണ്ട, ജനകീയമായ നാട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ഇതൊരു മുഖ്യ അജണ്ട ആക്കി മാറ്റുക എന്നുള്ളൊരു വലിയ തന്ത്രമാണ് ഇതിൻ്റെ അകത്തുണ്ട്. ആ തന്ത്രത്തിലേക്കാണ് കടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രകടനപത്രിക പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കാനായിട്ട് അവസാനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് 4 വർഷം മുന്നേ നിയമം ആക്കിയതാണ്. ആ 4 വർഷം മുന്നേ പാസ്സാക്കിയ ബില്ല് ശരിക്കും ഇപ്പം അല്ല, അത് വളരെ കൃത്യമായ കാർഡാണ്. അല്ല, പക്ഷേ എൻ്റെ ഒരു സംശയം, ഇത്രയൊക്കെ ഇപ്പം 400 സീറ്റാണ് മോദി ലക്ഷ്യമിടുന്നത്. 400 സീറ്റ് ലക്ഷ്യമിടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നീട് പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും, പ്രതിപക്ഷ നേതാവൊന്നും ഇല്ലെങ്കിൽ പോലും പ്രതിപക്ഷമുണ്ട്. ഇനി അടുത്ത പ്രതിപക്ഷം പോലും ഇല്ലാതെ വളരെ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു കളവൊരുക്കുക എന്നൊക്കെയാണ്. ചിലപ്പോൾ 400 സീറ്റിലേക്ക് എത്തിയേക്കാം. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ ഇതിന് ഭയങ്കരമായി സ്വീകാര്യത കിട്ടുമെന്ന് പറയുന്നത് ഈ നിയമം പാസ്സാക്കി. അതെ അതെ, അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അല്ല, അത് തന്നെയാണ് ലക്ഷ്യം. അതെ, ഇപ്പൊ കേരളത്തിൽ മോദിക്കറിയാം കേരളത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന്, കേരളത്തിൽ നിന്ന് ഒരു MP ഒന്നും വരാൻ പോകുന്നില്ല എന്ന്. അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇത്തരത്തിലുള്ള കാർഡ് ഇറക്കി ഭരണം തിരിച്ചു പിടിച്ച് സീറ്റ് അത്രയും ആയിക്കോട്ടെ, പക്ഷെ എത്ര സീറ്റ് ഉണ്ടെങ്കിലും ഇപ്പുറത്ത് ഭരണം കിട്ടുമോ എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലെങ്കിൽ നേരത്തെ രാജു പറഞ്ഞ പോലെ വലിയൊരു ഏകാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥ വരും. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ വോട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല പ്രതിപക്ഷത്തിന് കൂടി ആകാം. അതിന് കുഴപ്പമൊന്നുമില്ല. ജയിക്കാൻ വേണ്ടിയോ ഭരണം കിട്ടാൻ വേണ്ടിയോ എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായൊരു പ്രതിപക്ഷം വേണം, അതിന് സംശയമില്ലല്ലോ. അതാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന നമുക്ക് എടുക്കാവുന്ന ഒരു തീരുമാനം അതാണ്. നല്ലൊരു പ്രതിപക്ഷമില്ലെങ്കിൽ ഇതിലും വലിയ അവസ്ഥയിലേക്ക് രാജ്യം പോകാൻ പോകുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു പേടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയമോ ഒക്കെ ആളുകൾക്ക് ഉണ്ടാകാലോ. ഇതിപ്പോൾ ഇന്ത്യയുടെ പേര് മാറ്റിയിട്ട് ഭാരതം എന്നുള്ള പേരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നേരത്തെ തന്നെ അത്തരത്തിലുള്ള വലിയൊരു പ്രചരണം ഉണ്ടായി. അതിൽ വ്യക്തമായൊരു ഒരു പ്രഖ്യാപനമൊന്നും ഇതുവരെ സർക്കാർ നടത്തിയിട്ടില്ല. എങ്കിൽ പോലും ഏതാണ്ട് അതിലേക്കുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നില്ല. ഇന്ത്യ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമായും ഇല്ലാതെ. പക്ഷേ ഇവർ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു അനുകൂല തരംഗത്തോടൊപ്പം തന്നെ ഒരു വല്ലാത്ത പ്രതികൂല തരംഗവും ഇത് സൃഷ്ടിക്കും. പിന്നെ മാത്രമല്ലേ, നമ്മൾ ഈ എന്തൊക്കെ പറയുമ്പോഴും ഭരണഘടനാപരമായി തന്നെ ഇന്ത്യയിലെ സെക്യുലറിസം എന്നൊരു സംഭവം ഉണ്ട് ഇല്ലേ? അതിനാണല്ലോ അത് ഇവര് ഇത്തരം കാർഡുകൾ ഇറക്കിയെന്ന് പറഞ്ഞ് അതെല്ലാം തുറപ്പുകൂലാനാകണമെന്നില്ല. ഇല്ല, ചിലതൊക്കെ ഏഴാങ്കുലികളായി മാറാം. അപ്പൊ അതിന്റെ ഒരു അനുരണനങ്ങളാണ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അത് ഏത് രീതിയിലും ഈ ഇലക്ഷനെ ബാധിക്കാം. കാരണം പ്രത്യേകിച്ച് ഇത്ര സ്പ്ലിറ്റ് ആയിട്ടൊരു മത്സരം നടക്കുന്ന സ്ഥലത്ത് BJP ജയിച്ചു എന്നൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് പാർട്ടികളുടെ ഒരു മത്സരം നടക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ നമുക്ക് വോട്ട് BJPന്റെ മൊത്തം ടോട്ടൽ വോട്ട് ഷെയർ നോക്കുന്ന സമയത്ത് ഈ BJP കിട്ടിയ അത്രയും വോട്ടിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്തുണ്ട് എന്നുള്ളത് ഉണ്ട്. ഇവര് വിഭജിച്ച് ഇപ്പൊ നമുക്ക് കേരളത്തിൽ 3 പാർട്ടികൾ 4 പാർട്ടികളൊക്കെ ഒരുമിച്ച് മത്സരിക്കുന്ന സമയത്ത് അതിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ് പലപ്പോഴും. അപ്പം പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അല്ല, അങ്ങനെ അതേ പറഞ്ഞ അതുകൊണ്ട് തന്നെ ഇത്തരം ചില കടുംപിടുത്തങ്ങൾ സർക്കാർ നടത്തുമ്പോൾ അതൊരു പക്ഷെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്, ഇല്ലായൊന്നുമില്ല. അപ്പം അങ്ങനെ തിരിച്ചടി ഉണ്ടാവുന്നതിനെ കുറിച്ചല്ല അവർ ആലോചിക്കുന്നത്. ഇപ്പം രാമജന്മഭൂമി പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടായിരിക്കുന്നു. അവർ നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു, ക്ഷേത്രം പണി കഴിപ്പിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് ഉള്ള രണ്ടാമത്തെ സംഭവമാണ് ഈ പറയുന്ന പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട്. ഈ പൗരത്വ ബില്ല് നടപ്പിലാക്കുന്നതോടുകൂടി അത് അവരുടെ ഈ 10 വർഷക്കാലമായുള്ള അജണ്ടകളെല്ലാം പൂർത്തിയാവുകയാണ്. ഇനി പുതിയ അജണ്ടകൾ വരണമെന്നത്രേ. അപ്പം ഒരേ സമയത്ത് തന്നെ വികസനം പറയുകയും വികസനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വികസനത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ ഓടിക്കേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകളുമായിട്ട് ഇലക്ഷൻ നേരിടുന്നതെന്നുള്ളത്. മോദിക്ക് വേണമെങ്കിൽ ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ മാത്രം മുൻനിർത്തി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയാം. പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ഇത്തരം ഏത് കളികൾ കളിച്ചാലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവം റേഷൻ അറിയാം, 1977 നമ്മൾ എപ്പോഴും ഓർത്തണം. അത് രാഷ്ട്രീയം പരിശോധിക്കുന്ന ഇവര് രാഷ്ട്രീയമല്ല പരിശോധിക്കുന്നത്. ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ അന്നും നമ്മൾക്ക് ഇന്ദിരാഗാന്ധി ഭക്തരായിരുന്നു സൗത്ത് ഇന്ത്യ. പക്ഷെ അപ്പോഴും നോർത്ത് ഇന്ത്യയിലെ നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളിൽ വഴിപ്പെടുമെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ വോട്ട് ചെയ്തത്. അല്ല, ഹിന്ദി ഹൃദയഭൂമിയാണ് എല്ലാ കാലത്തും രാജ്യം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത്. ഇപ്പൊ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന് പൂർണ്ണമായും മേൽക്കൈ നേടാൻ വേണ്ടിയും ഇന്ദിരാഗാന്ധിന്റെ ഏറ്റവും വലിയ കരാളഹസ്തത്തിൽ രാജ്യത്തെ നമ്മൾ അന്ന് ഈ പറഞ്ഞ നിരക്ഷരരുടെ എണ്ണം കൂടിയ സ്ഥലം സംസ്ഥാനങ്ങൾ അവിടെയുള്ള വോട്ടർമാരാണ് ഇന്ദിരാഗാന്ധിയെ എന്നുള്ളത്.
അപ്പോഴും നമ്മളിവിടെ 111 സീറ്റ് കേരളത്തിൽ മാത്രമാണ് തിരിച്ചുണ്ടായത്. സൗത്ത് ഇന്ത്യ ആ ലെവലിൽ നിന്ന്, പക്ഷെ നോർത്ത് ഇന്ത്യ മുഴുവൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് ഗിമ്മിക്കുകളെയും തകർക്കാനുള്ള ശക്തിയുള്ള ഒരു ഭരണഘടനയും ഒരു ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ട് നാട്ടിൽ. അപ്പൊ അത് ഇതങ്ങ് എൻ ബ്ലോക്ക് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നൊന്നും ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷേ എല്ലാ അവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം മുന്നേ നടക്കുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന്റെ കൂടെ വളരെ കുറച്ച് പാർട്ടികളെ ഉണ്ടായിട്ടുള്ളൂ, വളരെ കുറച്ച് പാർട്ടികൾ, അതും ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മുന്നണി എന്നുള്ള ഒരു അടിസ്ഥാനം. ഇത്തവണ അങ്ങനെയല്ല. ഇപ്പം ആ മുന്നണിയിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പശ്ചിമ ബംഗാളിൽ പിന്നെ പ്രശ്നമുണ്ട്, അവർ ഒരുമിച്ച് നിൽക്കുന്നില്ല, അവർ വേറെ മത്സരിക്കുന്നു, മറ്റു പല സ്ഥലങ്ങളിലും വേറെ മത്സരിക്കുന്നു. അവിടെയാണ് രാഷ്ട്രീയം ഞാൻ പറയുന്നത്, ഒരു സൂക്ഷ്മത കൃത്യതയൊക്കെ ഈ ഇന്ത്യ മുന്നണി ഇപ്പോൾ തീരുമാനമെടുക്കണം. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഇനിയും ഒരു കൃത്യമായ നേതൃത്വത്തിന്റെ തലത്തിൽ തന്നെ ഈ മുന്നണി മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു സൂചന കൊടുക്കാൻ ഇവർക്ക് പറ്റാത്തതാണ് ഇതിൽ വരുന്ന വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ മുന്നണിക്കാർ തന്നെ ഇവിടെ വന്നിട്ട് ഈ സംസ്ഥാനത്ത് തമ്മിൽ വൻ പോര്, അപ്പുറത്ത് പോയാൽ ഇന്നിപ്പോ രാജസ്ഥാനിലെ CPM-ഉം കോൺഗ്രസും അപ്പൊ എന്തിന് ഈ ഇവിടെ ധാരണയായിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, 2 MP ഉണ്ടല്ലോ, ഉണ്ട്. അവിടെ ധാരണയായി കഴിഞ്ഞു, ഇന്ന് ധാരണയായി കഴിഞ്ഞു. CPM-നെ കോയമ്പത്തൂർ മാറ്റി ഡിണ്ടിഗിൽ കൊടുത്തൊക്കെ. ഇതാണ് അതിന്റെ പ്രശ്നം. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ BJPക്ക് അനുകൂലമായ, അതിന് മറിച്ച് ഇങ്ങനെയുള്ള ഈ മനുഷ്യരഹിതമായ നിയമങ്ങൾ നടപ്പാക്കി വരുമ്പോൾ അതിനെ ചെറുക്കാനായിട്ട് ഞങ്ങൾ ഇന്ന ആളെമായി അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അത്തരത്തിലുള്ളൊരു വിശ്വാസ്യത ജനങ്ങൾക്കുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. അതിനാണ് തയ്യാറെടുക്കേണ്ടത്. ഞങ്ങൾ നടപ്പാക്കില്ല, അവർ നടപ്പാക്കില്ല എന്ന് പറയുന്നതിലല്ല അതിൻ്റെ അകത്ത് കാര്യം. ഒരു തെരഞ്ഞെടുപ്പിനെ, രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു വൻ ശക്തി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിനെ നേരിടാനുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത്. അങ്ങനെ നേരിട്ടതാണല്ലോ VP സിംഗിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു അധികാരത്തിന്റെ ഒരു ശക്തി ആളുകൾ കാണണ്ടേ. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ പ്രതിപക്ഷത്ത് നല്ലൊരു സഖ്യം ഉണ്ടാകണം എന്നുള്ള കരുതൽ മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന നേതാക്കളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇത് നേതാക്കന്മാർ ശ്രദ്ധിക്കുകയല്ല, നേതാക്കന്മാർക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള വിഷയം പോലെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ വിഷയം പോലെ, അല്ലെങ്കിൽ മറ്റ് പല സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കൂടി വേണം. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പം കോൺഗ്രസും അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ LDF UDF തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഈ LDF UDF പോരാട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ലാഭമാണ്. കാരണം ഈ 20 അവിടെ ഒരു പൂളിലാണ് പോകുന്നത്. ഇവിടുന്ന് വ്യത്യസ്തമായ പൂളിലാണെങ്കിൽ പോലും അവിടെ എത്തുമ്പോൾ ഒറ്റ പൂളിലേക്ക് മത്സരിക്കും. ഇത് ഒഴുകി എത്തുന്ന ഒറ്റ ഇതിലാണ്. പക്ഷേ അങ്ങനെ എല്ലാ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ചില സ്ഥലങ്ങളിൽ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങിയാൽ, ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ട, ഇവിടെ ഒരുമിച്ച് തന്നെ പോകണ്ട, തമിഴിനെ അടിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവിടങ്ങളിൽ എത്തുമ്പോഴേക്ക് ശ്രദ്ധയോടുകൂടി നീങ്ങിയില്ലെങ്കിലാണ് അപകടം എന്ന് പറയുന്നത്. അപ്പം പശ്ചിമ ബംഗാളിൽ ഇവർക്ക് സഖ്യത്തിലല്ല മത്സരിക്കുന്നു, കോൺഗ്രസ് വേറെ മത്സരിക്കുന്നു, ഇവര് തൃണമൂൽ വേറെ മത്സരിക്കുന്നു, CPM വേറെ മത്സരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും അത് ടോട്ടലിക്കും ലാഭകരമാണ്. പക്ഷെ ഹിന്ദി ഹൃദയ ഭൂമിയിൽ കുറച്ചും കൂടി നേട്ടം ഉണ്ടാകില്ല. അത് മാറ്റം ഉണ്ടാകണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു തരത്തിലെങ്കിലും ഇവരെവിടെയാണ് നിൽക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളിത് എങ്ങോട്ടാ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നറിയാമോ, ഇതിൽ ഈ 2 ദിവസത്തെ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ളൊരു ഐക്യം രൂപപ്പെടാനുള്ളൊരു സാഹചര്യം ചിലപ്പോൾ ഈ നിയമത്തോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള. അല്ല, ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ ഭരണം കിട്ടുന്നത് അത് അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിക്കാം. അതിനപ്പുറത്തേക്ക് നല്ലൊരു പ്രതിപക്ഷമെങ്കിലും ഉണ്ടാകുക എന്നുള്ളത് രാജ്യത്തിന് ഇപ്പൊ അത്യാവശ്യമാണ്. പ്രതിപക്ഷത്തിൽ ഇപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. പ്രതിപക്ഷം നമ്മൾ നോക്കൂ, നമ്മളിപ്പോ ഈ പ്രതിപക്ഷത്തിലുള്ള ആളുകളൊക്കെ ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നമാണ് ഏറ്റെടുത്തുള്ളത്? പ്രശ്നമാണ് ഏറ്റെടുത്തുള്ളത്. രാജ്യം ശക്തമായ ഭരണം ഇനി സംഘടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ള മുദ്രാവാക്യമെങ്കിലും ഈ മുന്നണി ഉയർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഈ ഇലക്ഷനിൽ അധികാരത്തിലൊന്നും വരാൻ പറ്റില്ലെങ്കിൽ പോലും അത്ര ഈസി അല്ല കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഇപ്പൊ NDA സർക്കാരിന് തുടർച്ചയായി 10 വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ എങ്ങനെയാണ് BJP ശക്തി പ്രാപിച്ച, NDA എന്നുള്ള സാധനം ശക്തി പ്രാപിച്ച എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. അവർ വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാട്, ഇപ്പം 2G സ്പെക്ട്രം പോലെ അഴിമതി പോലെയുള്ള വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുകയും അതിനെതിരെ നിരന്തരമായ സമരമാർഗങ്ങൾ ഉപയോഗിക്കുകയും പാർലമെന്റിൽ 10-30 ദിവസക്കാലം തുടർച്ചയായി ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തൊരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം അത്തരം ഒരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ പഠിച്ച് വന്നാലേ കാര്യമുള്ളൂ. ഇതിനെതിരെ ചെറുക്കാനുള്ള വഴിയുള്ള അതേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഈ നിയമം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഏത് നിയമം പാസ്സാവും, ഏത് നിയമം സംഭവിക്കണം, പാർലമെന്റിൽ സംഭവിക്കും, അതല്ലേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ചെറുക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചിലപ്പം ഇതൊരു വേറൊരു കാരണമായേക്കാം, മറ്റൊരു കൊടുങ്കാറ്റ് ചിലപ്പോൾ സമയം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ചിലപ്പോൾ പറയാനേ പറ്റുള്ളൂ. നമുക്കറിയില്ല എന്ത് സംഭവിക്കുന്നുള്ളൂ. മാത്രമല്ല ഈ മത്സരിച്ച് വിജയിച്ച് വരുന്ന എത്ര MP-മാരെ പിന്നീട് BJP പർച്ചേസ് ചെയ്യുന്നൊന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സംഘടിത ശക്തി ഉണ്ടാവുന്നത് എന്തായാലും ജനാധിപത്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.